സുനിൽ, ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത് ഇടതു സർക്കാർ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ ആ പദ്ധതിയിൽ കേരളം പങ്കാളികളാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച്. അതുകൊണ്ട് നമ്മൾ നിർബന്ധിതരാണ് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ. പക്ഷേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള കരുതലുണ്ടാവും നടപ്പിലാക്കുമ്പോൾ. അത് കരിക്കുലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ കരുതലുണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. ഇടതു സർക്കാർ തീരുമാനിച്ചതുപോലെ ഒരു ഉപസമിതിയെ തീരുമാനിക്കുകയാണ്, തുടർന്ന് കാര്യങ്ങൾ പഠിക്കാനും നിർദ്ദേശിക്കാനുമായി. നിലവിൽ ഇടതു സർക്കാരിൻ്റെ PMCയുടെ തുടർച്ചയാണോ UDF സർക്കാരിൻ്റെ PMC എന്നതാണ് ചോദ്യം. തുടർച്ചയായി എനിക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം PMC പദ്ധതി നടപ്പാക്കില്ല എന്ന് കാണിച്ച് കേരള സർക്കാർ, കഴിഞ്ഞ സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, PMC പദ്ധതി നടപ്പാക്കാനാകില്ല എന്ന് കേരളം അറിയിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം തന്നെ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. കേരള സർക്കാർ PMC പദ്ധതി നടപ്പാക്കാനാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളം അത് നടപ്പാക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്, അല്ലാണ്ട് നടപ്പാക്കണം എന്നല്ല പറയുന്നത്. അത് നടപ്പാക്കേണ്ടതാണ് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറയുന്നുണ്ട്. കേരളം നിർബന്ധമായും ആ പദ്ധതി നടപ്പാക്കണമെന്ന് എവിടെയും കേന്ദ്ര സർക്കാർ പറയുന്നുമില്ല. ഇത് കേരളത്തിൻ്റെ തീരുമാനമാണ്. കേരളത്തിന് അക്കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അപ്പോൾ PMC പദ്ധതി നേരത്തെ കേരള സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് പിണറായി വിജയൻ സർക്കാരാണ്. ആ പദ്ധതി ഒപ്പുവെച്ചത് രാഷ്ട്രീയമായി ഒരു അധാർമിക നിലപാടാണ് എന്ന് വിലയിരുത്തപ്പെട്ടു. അന്ന് LDFൽ CPI ആണ് ശക്തമായ പ്രതിഷേധമുയർത്തിയത്. അന്ന് ആ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് ആ തീരുമാനം പുനഃപരിശോധിക്കാൻ അന്നത്തെ സർക്കാർ തീരുമാനിക്കുകയും പിന്നീട് ഈ പദ്ധതി നടപ്പാക്കാനാകില്ല എന്നറിയിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. അന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി K. വാസുകിയാണ് 2025 നവംബർ 12 ആ കത്ത് കേന്ദ്ര സർക്കാരിന് അയച്ചത്. അതാണ് ആ PMCയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊസിഷൻ. ഇപ്പോൾ വി ഡി സതീശൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്, PMC പദ്ധതിയിൽ കേരള സർക്കാർ, കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയേ മതിയാകൂ. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി, അത് 99 കോടി രൂപ വാങ്ങി, 106 കോടി രൂപ വാങ്ങി എന്നൊക്കെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ എത്ര കോടി രൂപയാണ് കേരളത്തിന് ഈ SSKയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് കേന്ദ്രം എത്ര പണം നൽകി എന്നതിൻ്റെ പട്ടികയാണിത്. ഇതിൽ PMC എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു പണം കേരളത്തിന് നൽകിയതായി കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നില്ല. അപ്പോൾ PMCയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഇതുവരെ ഒരു പൈസ പോലും കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്തിട്ടില്ല. അങ്ങനെ റിലീസ് ചെയ്യണമെങ്കിൽ കേരളം ഈ പദ്ധതി നടപ്പാക്കും എന്ന് കേന്ദ്ര സർക്കാരിനെ ഇനി അറിയിക്കണം. ഇനി ഈ UDF സർക്കാരിന് മുമ്പിൽ, അതായത് ഇപ്പോൾ PMC പദ്ധതി നടപ്പാക്കാനുള്ള ഒരു ധാരണയിലായല്ലോ, തീരുമാനത്തിലായല്ലോ. വി ഡി സതീശൻ സർക്കാർ അതാണല്ലോ ഇന്ന് പ്രഖ്യാപിച്ചത്, മുഖ്യമന്ത്രി അതാണല്ലോ പറഞ്ഞത്. ഇനി ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ കേരളം കേന്ദ്രത്തെ അറിയിക്കണം, ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് ആദ്യം കേരള സർക്കാർ അറിയിക്കണം. അറിയിച്ചാൽ മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം ഓൾറെഡി കേരള സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു പച്ച കള്ളമാണ് പറഞ്ഞത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം ഒന്ന്, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയേ മതിയാകൂ, അങ്ങനെ മുന്നോട്ട് പോയേ മതിയാകൂ എന്നുള്ളൊരു നില ഈ പദ്ധതിയിലില്ലെന്ന്. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന് ഇത് നടപ്പാക്കൂ, നിങ്ങൾ നിർബന്ധമായും നടപ്പാക്കണം എന്ന് പറയാനാകില്ല. അങ്ങനെ പറയാനാകുമെങ്കിൽ എന്തിനാണ് MOU? അങ്ങനെ ഒരു ധാരണാപത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് നടപ്പാക്കുമെന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്താൽ പോരെ. അപ്പോൾ ഇവിടെ ഒരു MOU വരികയാണ്. MOU ധാരണാപത്രം ഒപ്പിടുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിനെ നിർബന്ധിച്ച് ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ കൂടി സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നത്. ആ ധാരണാപത്രമാണ് ഇത്. ഈ ധാരണാപത്രത്തിൽ ഒരു സ്ഥലത്തും കേരളം നിർബന്ധമായി ഈ പദ്ധതി നടപ്പാക്കണമെന്ന് പറയുന്നില്ല. 2, കേരളത്തിന് ഏകപക്ഷീയമായി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ല എന്നും പറയുന്നില്ല. ഒരു ധാരണാപത്രത്തിന് എന്ത് ലീഗൽ വാലിഡിറ്റി ഉണ്ട് നമുക്കറിയാം. ഒരു ധാരണാപത്രത്തിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ ധാരണാപത്രം ഇനിയിപ്പോൾ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിച്ച് ഈ ഒരു ധാരണാപത്രം ഒപ്പുവയ്ക്കേണ്ട സാഹചര്യമുണ്ടായാലോ, പ്രത്യേക സാഹചര്യമുണ്ടായാലോ, ഏതവസരത്തിൽ വേണമെങ്കിലും അതിൽ നിന്ന് പിന്മാറിയാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ഉണ്ടാകാൻ പോകുന്നൊരു പ്രശ്നം എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭീഷണിയാണ്. അതായത് PMC നടപ്പാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് SSKയുടെ ഫണ്ട് നൽകില്ല എന്നുള്ളൊരു ഭീഷണി മാത്രമാണ്. തമിഴ്നാട് സർക്കാർ കോടതിയിൽ പോയല്ലോ. ഇപ്പോൾ അവിടെ TVK നേതാവ് വിജയ് ആണല്ലോ അധികാരത്തിലെത്തിയത്. വിജയ് ആണല്ലോ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി. വിജയ് പറഞ്ഞല്ലോ, അധികാരത്തിലെത്തിയ ഉടൻ തന്നെ വിജയ് പ്രഖ്യാപിച്ചു 3284 കോടി രൂപയാണ്
PM-ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന നിലപാടെടുത്തതുകൊണ്ട് കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിന് നൽകാത്തത്. ആ പണം ഉടനെ നൽകണം. PM-ശ്രീ പദ്ധതി നടപ്പാക്കില്ല, PM-ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്നത് TVKയുടെ നിലപാടാണ്. നടപ്പിലാക്കില്ല എന്ന് വിജയ് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പോയി കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പണം നൽകാത്തത്? കേന്ദ്രത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ഇതുപോലെയൊരു നിയമ പോരാട്ടം എന്തുകൊണ്ടാണ് കേരള സർക്കാർ നടത്താൻ തീരുമാനിക്കാത്തത്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മറ്റൊരു കേസിൽ PM-ശ്രീയുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത്. സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ അന്ന് സമീപിച്ചിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചു, PM-ശ്രീ നടപ്പാക്കാത്തതുകൊണ്ട് കേരളത്തിന് SSK വഴി കിട്ടേണ്ട പണം നൽകുന്നില്ല. അതിലും കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി വിശദീകരണം ചോദിച്ചു. അതിനുള്ള അഫിഡവിറ്റ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഈ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള കരിക്കുലമായാലും അതിൻ്റെ ഭാഗമായുള്ള മറ്റ് നടപടികളായാലും ദ്വിഭാഷ തീരുമാനങ്ങളായാലും ഒക്കെ നടപ്പാക്കാൻ പോവുകയാണ്. അത് വേണോ വേണ്ടയോ എന്നത് തീരുമാനിക്കാനുള്ള എല്ലാ രാഷ്ട്രീയപരമായ അവകാശവും ഒരു പ്രതിപക്ഷ സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിനുണ്ട് എന്ന്. അപ്പോൾ അത് തീരുമാനിക്കുന്നതിന് എന്താണ് പ്രശ്നം? ഇവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ PM-ശ്രീയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ്. അതിൽ ഈ ഫണ്ട് സ്വീകരിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ കാര്യം വസ്തുതാവിരുദ്ധമാണ്. അല്ലെങ്കിൽ തെളിയിക്കണമെന്ന്, ഇതാ ഫണ്ട് സ്വീകരിച്ചു, ഇതാ PM-ശ്രീയുടെ ഫണ്ട് കേരളം സ്വീകരിച്ചതിൻ്റെ രേഖ ഇതാണ് രേഖ എന്ന് പറയണം. 2, ഈ പദ്ധതിയിൽ നിന്ന് നിയമപരമായി കേരളത്തിന് പിന്മാറാനാകില്ല എന്നത് നിയമപരമായി ഈ കാരണങ്ങൾ കൊണ്ട് കേരളത്തിന് നിയമപരമായി പിന്മാറാനാകില്ല. സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ നമുക്ക് നിയമോപദേശം നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ MOU. ഈ നിയമോപദേശവും MOUവും വെച്ച് നോക്കൂ, ഇത് കേരളത്തിന് പിന്മാറാനാകില്ല എന്ന്, നിയമപരമായി പിന്മാറാനാകില്ല എന്ന് കേരളത്തിൻ്റെ ഒരു പൊതുരാഷ്ട്രീയ മനസ്സിന് ബോധ്യപ്പെടുന്ന രീതിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കണമെന്ന്. ഇതൊന്നും പറയാതെ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോയേ മതിയാകൂ എന്ന് പറയുന്നതിൻ്റെ ഒരു യുക്തി എന്ന് പറയുന്നതിൻ്റെ തന്ത്രം എന്ന് പറയുന്നത്, ഇത് മുഴുവൻ കഴിഞ്ഞ സർക്കാരിൻ്റെ തലയിൽ ചാരിക്കൊണ്ട് ഈ PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ്. അതിലൂടെ SSK ഫണ്ട് നേടിയെടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. SSK ഫണ്ട് കിട്ടണം, അപ്പോൾ PM-ശ്രീ പദ്ധതി ഒപ്പുവെച്ചേ മതിയാകൂ. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള ഒരു നട്ടെല്ല് ഈ സർക്കാരിനില്ല. ആ നട്ടലില്ലാത്തത് കൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി നേരിടാനും താല്പര്യമില്ല, നിയമപരമായി നേരിടാൻ താല്പര്യമില്ല. പകരം കേന്ദ്ര സർക്കാരുമായി ഇക്കാര്യത്തിൽ ഒരു സമരസപ്പെടലുണ്ടാവുക, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക. അതിൻ്റെ ഭാഗമായി PM-ശ്രീ ഞങ്ങൾ നടപ്പാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് SSK ഫണ്ട് സ്വീകരിക്കുക. നോക്കൂ, ഇതൊരു എത്രത്തോളം വലിയ രാഷ്ട്രീയ തട്ടിപ്പാണ്. ഒന്നുകിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ PM-ശ്രീ പദ്ധതി LDF സർക്കാർ ഒപ്പുവെച്ചപ്പോൾ അത് രഹസ്യമായാണ് ഒപ്പുവെച്ചത്. അത് ആ സർക്കാരിൻ്റെ രാഷ്ട്രീയമായ തെറ്റായ തീരുമാനമായിരുന്നു. ഞാൻ അന്നും നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട മീറ്റ് ദി എഡിറ്റേഴ്സിലൊക്കെ തന്നെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. LDF സർക്കാരിനെ സംബന്ധിച്ച് PM-ശ്രീ ഒപ്പുവെക്കാനുണ്ടായ ആ തീരുമാനം അത് തെറ്റായ തീരുമാനം തന്നെയായിരുന്നു. ആ തെറ്റായ തീരുമാനം കൊണ്ട് തന്നെയാണ് അത് പിൻവലിക്കേണ്ടിയും വന്നത്. അപ്പോൾ അന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്താണ്? BJPയെയും സംഘപരിവാറിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ സർക്കാർ ഈ തീരുമാനമെടുത്തത്. ഇത് CPM-ൻ്റെ നയമല്ല. ഇനി KC വേണുഗോപാൽ പറഞ്ഞത് എന്താണ്? ഒരു BJP സർക്കാരിനേക്കാൾ ആത്മാർത്ഥതയോടെയാണ് കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ നയങ്ങൾ ഇവിടെ പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്താണ്? RSSൻ്റെ അജണ്ട നടപ്പാക്കുന്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന PM-ശ്രീ കേരളത്തിൽ നടപ്പാക്കാനാകില്ല, അത് അംഗീകരിക്കാനാകില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയാണ്. ഇതൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ അത് നേരെ വിഴുങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങളിത് നടപ്പാക്കാൻ പോവുകയാണ്, ഞങ്ങൾക്ക് നടപ്പാക്കിയേ പറ്റൂ എന്നങ്ങ് പറയാണ്. പക്ഷേ അങ്ങനെ നടപ്പാക്കേണ്ട ഒരു കാര്യവും കേരളത്തിനില്ല എന്നുള്ളതാണ്. അതിൽ നിയമപരമായിട്ടാണെങ്കിലും അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും കേരളത്തിന് നടപ്പാക്കേണ്ട ഒരു ബാധ്യതയുമില്ല. ഇത് നടപ്പാക്കാനാകില്ല എന്നൊരു കത്ത് തിരിച്ച് നൽകിയാൽ, ഒരു മറുപടി കേന്ദ്രത്തിന് നൽകിയാൽ തീർന്നു. അവിടെ PM-ശ്രീ നടപ്പാക്കാനാകില്ല. മാത്രമല്ല, PM-ശ്രീ 2027 മാർച്ച് മാസത്തോടു കൂടി PM-ശ്രീ അവസാനിക്കുകയാണ്. ഇനി PM-ശ്രീയിൽ എത്ര പണം കിട്ടും കേരളത്തിന്? ഇനി PM-ശ്രീയിൽ എത്ര സ്കൂളുകൾ തിരഞ്ഞെടുത്ത് കേന്ദ്രത്തെ അറിയിച്ചാൽ തന്നെ എത്ര സ്കൂളുകൾ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കും? ഇനി അത് അംഗീകരിച്ചാൽ തന്നെ എത്ര പണം കിട്ടും? ഇനിയിപ്പോൾ 1 കോടി രൂപയാണ് ഒരു സ്കൂളിന് കിട്ടുന്നതെങ്കിൽ 40 ലക്ഷം രൂപ കേരളം കൊടുക്കണം. ഏതാണ്ട് 60% മാത്രമേ കേന്ദ്ര സർക്കാർ പണം നൽകൂ. അതുകൊണ്ട് PM-ശ്രീയുടെ ഭാഗമായി കിട്ടുന്ന പണത്തിനൊക്കെ തന്നെ
കേരളത്തിനും വലിയ സാമ്പത്തിക ബാധ്യത വരും. അതുകൊണ്ട് ഇത് കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ തകർച്ചയുടെ ഒരു തീരുമാനം കൂടിയായിരിക്കും ഈ PM ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള UDF സർക്കാരിൻ്റെ നിലപാട് എന്നുകൂടി ഞാൻ പറയുകയാണ്. Meet the editors.